എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ന്യൂ ഇയറിന് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സ്ട്രോബെറി കേക്ക്. അത് വിത്തൗട്ട് കുക്കിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടി ഞാനിവിടെ പാർലേജിയുടെ ബിസ്ക്കറ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. അത് ഇന്ന ബിസ്ക്കറ്റ് നിർബന്ധമില്ല. ഞാൻ പാർലേജിയുടെ ബിസ്ക്കറ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 4 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് പൊടിച്ച് അത്ര നമുക്ക് നന്നായി പൊടിഞ്ഞ് കിട്ടില്ല. നമുക്ക് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടേണ്ടതാണ്. അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. 4 പാക്കറ്റ് വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാൻ 2 പാത്രത്തിലായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതുകൊണ്ടാണ് 4 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ബട്ടർ ആവശ്യമുണ്ട്. അതായത് സ്വല്പം ബട്ടർ ഉരുക്കി ചേർത്ത് നമുക്കിതിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കി വെച്ചിട്ടുള്ള ഈ ബട്ടറിലേക്ക് ഞാൻ പൊടിച്ചിട്ടുള്ള ബിസ്ക്കറ്റ് 1 കപ്പ് ആഡ് ചെയ്യണം. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ബട്ടർ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര സിറപ്പോ ചെറി സിറപ്പോ പൈനാപ്പിൾ സിറപ്പോ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കണ പോലെ ഒന്ന് ജസ്റ്റ് നനച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ചെറിയ ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നനയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിനുള്ള ബിസ്ക്കറ്റൊക്കെ അങ്ങനെ കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് കേക്ക് ടിന്നിൽ തന്നെ തയ്യാറാക്കണമെന്നൊന്നുമില്ല. ഇത് കേക്ക് ടിന്നിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ എനിക്കത് ഊരിയെടുക്കാൻ പറ്റും. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ ബിസ്ക്കറ്റൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഏതെങ്കിലും ബൗളോ ഗ്ലാസ്സോ കയ്യോ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്കൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റൊക്കെ പ്രസ് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്കുള്ള സ്ട്രോബെറി അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി സോസ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ സ്ട്രോബെറികൾ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് അടിച്ചെടുത്ത് നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഞ്ചസാര ആവശ്യാനുസരണം അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രോബെറി ഇങ്ങനെ ചെയ്യുന്നതിന് പകരം സ്ട്രോബെറി ഫ്ലേവർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. സ്ട്രോബെറി സോസ് തയ്യാറാക്കിയതിന് ശേഷം വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പും സ്ട്രോബെറിയും കൂടെ വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ചെറി സോസൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആവശ്യാനുസരണം വിപ്പിംഗ് ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറി സോസും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പം ഞാൻ അതിലേക്ക് വിപ്പിംഗ് ക്രീം ആവശ്യാനുസരണം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഞാൻ സ്വല്പം വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണത്. വിപ്പിംഗ് ക്രീം ഫസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ചെറി സിറപ്പ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്താലും മതി. പക്ഷെ ഞാൻ ഇത്തിരി കൂടി ടേസ്റ്റും മതി, അതുപോലെ തന്നെ തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമില്ല. നമ്മൾ വിപ്പിംഗ് ക്രീമും ചെറി സിറപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്താലും മതി. പക്ഷെ ഞാൻ ആദ്യം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്കാണ് ചെറി സിറപ്പ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കേക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം എടുത്ത് കട്ട് ചെയ്യാം. കേക്ക് ടിന്നില്ലാതെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിൽ എങ്ങനെയാണ് കേക്ക് സെറ്റ് ചെയ്യണതെന്ന് നോക്കാം. ഞാനിതിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ടിന്നിൽ എങ്ങനെയാണ് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തത് അതുപോലെ ഇതിൽ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മുകളിൽ ചെറിയൊരു
ഡിസൈൻ വരുത്താനായിട്ട് ഞാൻ സ്വല്പം പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടുണ്ട്. ആ പഞ്ചസാര കാരമലൈസ് ചെയ്തതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ ബൗളോ എന്തെങ്കിലും മുക്കി നമുക്ക് ഇതിലേക്ക് ഡിസൈൻ വരുത്താവുന്നതാണ്. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എനിക്കറിയണ ഒരു ചെറിയൊരു ഡിസൈൻ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതും ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കട്ട് ചെയ്തെടുക്കാം. 7 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സ്ട്രോബെറി കേക്കാണിത്. ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കേക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുക്കിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.